ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോളിഫ്ലവർ 65 ആണ്. അതിനായി കോളിഫ്ലവർ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് വെന്താൽ മതിയാകും. അധികമായി വേവിക്കാൻ പാടില്ല. നമ്മുടെ കോളിഫ്ലവർ ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. ആദ്യമായി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ മാവ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 സൈഡും നന്നായി ഡീപ് ഫ്രൈ ചെയ്യണം. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്